റഷീദിന്റെ ഫ്രെയിം നോക്കിയാൽ അറിയാം വലിയ രീതിയിലുള്ള പുകമഞ്ഞ് രൂക്ഷമായിരിക്കുകയാണ്. രാജ്യതലസ്ഥാനത്ത് വായു മലിനീകരണം ഗുരുതരാവസ്ഥയിലാണ്. കാഴ്ചപരിധി കുറഞ്ഞു. പുകമഞ്ഞ് വ്യോമഗതാഗതത്തെ അടക്കം ബാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. റഷീദ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ആര്യ, തീർച്ചയായും രാജ്യതലസ്ഥാനത്ത് ശൈത്യം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഈ ശൈത്യത്തോടൊപ്പം തന്നെ പുകമഞ്ഞ് കൂടിയും നിലനിൽക്കുന്നതാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് വ്യക്തമാകുന്നതാണ്. 100 മീറ്റർ പോലും കാഴ്ചപരിധി ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇത് വലിയ രീതിയിൽ ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അതോടൊപ്പം പ്രത്യേകിച്ച് വ്യോമഗതാഗതത്തെയാണ് ഇത് താറുമാറാക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ദില്ലിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ നിന്നും നിരവധിയായിട്ടുള്ള ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ ഇതിനോടകം തന്നെ വൈകി ഓടുകയാണ്. എല്ലാ വിമാന കമ്പനികളും, പ്രത്യേകിച്ചും ഇൻഡിഗോ, എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ വെബ്സൈറ്റുകളിൽ പരിശോധിച്ച ശേഷം മാത്രമേ വിമാനത്താവളത്തിലേക്ക് എത്താവൂ എന്നുള്ള കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റോഡ് ഗതാഗതത്തെയും ഇത് സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഇതിലേറെ പ്രധാനപ്പെട്ടത് കാഴ്ചപരിധി കുറയുന്നു എന്നുള്ളത് തന്നെയാണ്. തൊട്ടു മുമ്പിൽ എന്താണ് എന്നുള്ളത് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഈ പുകമഞ്ഞ് കടന്നിരിക്കുന്നതാണ് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം ഈ പുറത്തേക്ക് പോകുന്ന ജനങ്ങളെയും അത് സാരമായി ബാധിക്കുകയാണ്. ജോലിക്കൊക്കെ തന്നെയും എത്താൻ ആളുകൾ വൈകി എത്തുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ വായുമലിനീകരണം അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മിക്കയിടങ്ങളിലും ഇന്ന് 360-ന് മുകളിലാണ് വായു ഗുണനിലവാര തോത് എന്ന് പറയുന്നത്. അത്തരത്തിൽ ശൈത്യത്തോടൊപ്പം തന്നെ വായുമലിനീകരണം കൂടി ഉയരുന്നതാണ് ഇപ്പോൾ ദില്ലിയിലെ ജനജീവിതം സ്തംഭിക്കാൻ കാരണമായിട്ടുള്ളത്. ആര്യ.